السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آل മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കേരളത്തിൽ ചൂടുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ധാരാളം വർഷങ്ങളുടെ അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ വർഷവും നമ്മുടെ നാട്ടിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ ചൂട് കൂടുകയല്ലാതെ കുറയുകയില്ല എന്നാണ് മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യങ്ങളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാനായിരിക്കണം അവന് പരിശ്രമിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ചൂടും നമ്മെ പഠിപ്പിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 536 ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി, ഇഷ്തകത്തിന്നാറു ഇലാ റബ്ബിഹ, നരകം എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടി അള്ളാഹുവോട് പരാതി പറഞ്ഞു. ഫഖാലസ്, നരകം പറഞ്ഞത്, റബ്ബി അക്കല ബഅളി ബഅള, അള്ളാഹുവേ, എൻ്റെ ചില ഭാഗങ്ങളെ ഭക്ഷിച്ചിരിക്കുന്നു. ഫഅദിന ലഹ ബിനഫസൈനി, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 2 നിശ്വാസത്തിന് അനുമതി നൽകി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, നഫ്സിൻ ഫി ശിതാഇ വനഫസിൻ ഫി സൈഫ്, ഒന്ന് ഉഷ്ണകാലത്ത് ഉള്ള ഒരു നിശ്വാസമാണ്, മറ്റൊന്ന് ശൈത്യകാലത്തുള്ള നിശ്വാസമാണ്. ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹദ്ദി വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ, അപ്പോൾ നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂടും ഏറ്റവും കഠിനമായ തണുപ്പും അത് നരകത്തിൻ്റെ നിശ്വാസങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരിമാരെ, നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ നരകത്തെ ഓർക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നരകത്തിൻ്റെ ചൂടിനെക്കുറിച്ച്, അതിൻ്റെ അഗ്നിയുടെ കാഠിന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാറുക്കും ഹാദിഹി, നിങ്ങൾ ഈ കാണുന്ന ഈ ചൂടുണ്ടല്ലോ, അല്ലത്തി യൂഖിദു ഇബ്ന ആദം സന്തതി കത്തിക്കുന്നതായ ചൂട്, ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമാകുന്ന ഏറ്റവും കഠിനമായ ചൂട്, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹദ്ദി ജഹന്നം, നരകത്തിൻ്റെ 70 ഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ കഠിനമായ നരകത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കുവാൻ സാധ്യമാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴത്തെ ചൂടിൽ നിന്നും ഗുണപാഠമെടുത്ത് ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സമൂഹത്തിൽ, അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ചൂട് നമ്മെ നരകത്തെ ഓർമ്മപ്പെടുത്താനും ആ നരകത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാനുമായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന നരകരക്ഷയെക്കുറിച്ചുള്ള ധാരാളം പ്രാർത്ഥനകളില്ലേ, ആ പ്രാർത്ഥനകളെല്ലാം നമ്മൾ തേടണം. പ്രവാചകന് പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം നരകത്തിൽ നിന്ന് 3 വട്ടം രക്ഷ ചോദിച്ചാൽ, നരകമെന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടി അള്ളാഹുവോട്, അള്ളാഹുവേ, ഇവനെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് അള്ളാഹുവോട് ആവശ്യപ്പെടുമെന്ന്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അള്ളാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ എന്ന് അള്ളാഹുവോട് എപ്പോഴും 3 വട്ടം പ്രാർത്ഥിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബന സിരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ, അള്ളാഹുവേ, നരകത്തിൻ്റെ ചൂടിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ, അതിൻ്റെ ശിക്ഷ എന്നുള്ളത് അതൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് ഇബാദുർ റഹ്മാനിൻ്റെ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ആ നിലക്കെല്ലാം നരകരക്ഷയെ ധാരാളമായി തേടുവാൻ, നരകത്തെ പേടിച്ച് ജീവിക്കുവാൻ നമുക്ക് ഈ ചൂട് നമ്മളെ ഒരുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.